നമ്മൾക്ക് ആദ്യം കിട്ടിയത് 2.1 ഗ്രാം സാധനമാണ് കിട്ടിയത്. അവിടെ നിന്നാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മൾ സാധാരണഗതിയിൽ അത് കാണുമ്പോൾ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ നമ്മൾ അങ്ങനെ ഇടും. പക്ഷെ നമ്മളുടെ ഓപ്പറേഷൻ തുഫാൻ തുടങ്ങിയതിന് ശേഷം ഈവൻ ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിലും ഇന്റർമീഡിയറ്റ് ആണെങ്കിലും കമേഴ്ഷ്യൽ ആണെങ്കിലും നമ്മൾ വിശദമായിട്ട് തന്നെ അതിൻ്റെ പിന്നിൽ പോവുകയും ഒരു ഈച്ച് പോലീസ് സ്റ്റേഷനിൽ ഒരു ടീം നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും അവരുടെ ഇടപെടലുകളെല്ലാം പരിശോധിക്കുകയും ചെയ്യും. അങ്ങനെ പരിശോധിച്ച് വരുമ്പോഴാണ് ഇത് ഒരു സാധാരണ ഒരു 2.51 ഗ്രാം സംഭവമല്ല ഇത് മനസ്സിലാക്കി. അപ്പോൾ അതിൻ്റെ പിന്നിൽ നമ്മൾ അന്വേഷിച്ച് പോകുമ്പോഴാണ് 5 പ്രതികളെ അറസ്റ്റ് ചെയ്ത് ഇനിയും കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കുന്നുണ്ട്. അത് നമ്മൾ വരുന്ന ദിവസങ്ങളിലെ അന്വേഷണത്തിൽ തെളിവാണ്. ഇനി വിശദമായിട്ടുള്ള തെളിവുകളെല്ലാം ശേഖരിച്ച് കോടതിയുടെ മുൻപ് എവിഡൻസ് എത്തിക്കും. തുഫാന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു കേസ് പിടിച്ചിട്ട് അതോടെ അവസാനിക്കുന്നതല്ല. ആ ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ ആ ചെറിയ ക്വാണ്ടിറ്റി ഒരു വലിയ ക്വാണ്ടിറ്റിയിൽ നിന്നാണ് ഡിവൈഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ അത് ബാക്കിൽ പോയിട്ട് അന്വേഷണം നടത്തുക. ആ ചെറിയ ക്വാണ്ടിറ്റി എവിടെ നിന്ന് കിട്ടി, ആ അയാൾക്ക് എവിടെ നിന്ന് കിട്ടി, ഇങ്ങനെ ബാക്കിൽ പോയിട്ട് അന്വേഷണം നടത്തി വരുമ്പോഴാണ് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നത്. അൾട്ടിമേറ്റ്ലി ഇറ്റ് റീച്ചസ് ടു ദ മെയിൻ കിങ് പിൻ. അപ്പോൾ അവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്സും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും പരിശോധിക്കുമ്പോഴാണ് ഇതൊരു ചെറിയ ക്വാണ്ടിറ്റിയിൽ ഒതുങ്ങുന്ന കേസല്ല. ദർ ഈസ് എ മച്ച് ബിഗർ തിങ് ബിഹൈൻഡ് ഇറ്റ്. അപ്പം അങ്ങനെയാണ് ഇതൊരു പ്രത്യേക പ്രാധാന്യം കൊടുത്ത് ഈ കേസിക്ക് സ്പെഷ്യൽ ടീം SP രൂപീകരിച്ച് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ക്ലോസ് ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത് കൊണ്ടാണ് നമുക്ക് ഇത്ര പ്രതിക്ക് റീച്ചായത്. ഇനി വരുന്ന ദിവസങ്ങളിൽ ഇനി കൂടുതൽ ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തി കൂടുതൽ പ്രതികളുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യുക. മെയിനായിട്ട് ലക്ഷ്യം ഈ സ്വത്തുക്കളെ കണ്ടുപിടിക്കുക. ഇതുവഴി ഉണ്ടാക്കിയ സ്വത്തുക്കളെ കണ്ടുപിടിച്ച് ആ സ്വത്തുക്കളെ അറ്റാച്ച്മെന്റ് ചെയ്യാനുള്ള ഒരു നീക്കത്തിലാണ് അടുത്ത അന്വേഷണ സംഘം. നമ്മൾ ഇവരെ കുറിച്ച് എല്ലാ വിവരങ്ങളും ശേഖരിക്കുന്നുണ്ട്. ഇവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഇവർ ലൈഫ് സ്റ്റൈൽ നടത്തുന്നത്, ഇവർക്ക് ശരിക്കുള്ള ഇൻകം എന്താണ്, ലീഗലായിട്ട് ഇവർ എന്ത് ജോലിയാണ് ചെയ്യുന്നത്, അത് എത്രയാണ് ഇവർക്ക് ഇൻകം കിട്ടുന്നത്, അതല്ലാതെ ഇവർക്ക് വേറെ ഇൻകം മാർഗങ്ങളുണ്ടോ, ഇത് വെച്ചിട്ടാണ് ഈ ലൈഫ് സ്റ്റൈൽ അവർ ജീവിക്കുന്നത്. അല്ല ഇത് ഈ പറയുന്ന നാർക്കോട്ടിക്സ് ബിസിനസ് ചെയ്തിട്ട് അതെല്ലാം അവരുടെ വരുമാനം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആ കാര്യങ്ങളെല്ലാം നമ്മൾ